സംഘത്തിൻ്റെ സഹജ സ്വഭാവം ഉണ്ടായിരിക്കണം. അത്തരം കാര്യങ്ങൾക്കൊന്നും പ്രശസ്തി അർഹിക്കുന്നില്ല, അതിന് പ്രചരണം കൊടുക്കേണ്ടതില്ല എന്നൊരു കാഴ്ചപ്പാട് തന്നെയാണ് സംഘം മുമ്പോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരം കാര്യങ്ങൾ ഇപ്പോൾ കുറിച്ച് വലിയ രീതിയിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ സേവാഭാരതിയുടെ പ്രവർത്തകരായി പ്രവർത്തിച്ചവർ ഒരു 10-15 വർഷം മുമ്പ്, 10-20 വർഷം മുമ്പ് അവിടെ ബംഗ്ലാദേശിലേക്ക് തീവ്രവാദികൾ പിടിച്ചു കൊണ്ടുപോവുകയും അവരെ ആ ബംഗ്ലാദേശിൽ വെച്ച് ഇന്ന് ഒരു പറ്റം ആളുകളെ വളർത്തിയെടുക്കുന്ന ഒരു പ്രവർത്തനമാണ് സംഘം ഈ നാട്ടിൽ വളർത്തിക്കൊണ്ടുവരുന്നത് 1925 മുതൽ. ഇതിനൊരു കാരണമുണ്ട്. നമ്മുടെ നാട് നമ്മൾ ഇന്ന് ഉദ്ഘാടനം ചെയ്ത് ഭാരത് അടുപ്പിക്കും. പാകിസ്ഥാൻ നമ്മളോട് യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആളുണ്ട്. അത് അമേരിക്ക പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് ചൈന പോലെയുള്ള രാഷ്ട്രങ്ങളാണ്. ബംഗ്ലാദേശ് ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തണമെങ്കിൽ അതിന് പിന്നിലും ആളുണ്ട്. തമ്മിലടിപ്പിച്ചുകൊണ്ട് ലോകത്തിൽ